ദുർമന്ത്രവാദങ്ങൾക്കും ആഭിചാരങ്ങൾക്കും ഒന്നും നമ്മുടെ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിലൊട്ടും കുറവില്ലാന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടി വരികയാണ്. തൻ്റെ മകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടണം, ഉന്നത മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരമ്മ ഒരു ദുർമന്ത്രവാദിയുമായി വീട്ടിലേക്ക് വരുന്നു. സ്വന്തം പെൺമകളെ ആഭിചാരക്രിയയ്ക്ക് നടത്താനായിട്ട് കളമൊരുക്കുന്നു. ശരിക്കും എന്താണ് ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? സ്വാമി ഷിനു ടൈൽസ് പണിക്കാരനായിരുന്നു. പൂർവാശ്രമത്തിൽ ടൈൽസ് പണിക്കാരനായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ടൈൽസ് പണിക്കിടയിൽ സ്വാമി ഷിനുവിന് തോന്നുന്നു ഇത് ശരിയാകത്തില്ല, ടൈൽസിനെ ഉപേക്ഷിച്ചു. എന്നിട്ട് കുറച്ചുകൂടി നല്ല വരുമാന മാർഗ്ഗം കിട്ടുന്ന, അപ്പം ഇതല്ല എൻ്റെ ജീവിത പാത, ഇതല്ല. അങ്ങനെ മറ്റൊരു പാതയിലേക്ക് തിരിയുന്നു. വെളിപാടുണ്ടാകുന്നു, സന്യാസിയാവുന്നു. വ്യാജസ്വാമി. യഥാർത്ഥത്തിൽ നല്ല ജ്യോതിഷമൊക്കെ നന്നായി പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യാജന്മാരുണ്ട്. അവർക്ക് ആളുകളെ കബളിപ്പിച്ച് ഇതുപോലെ കാശുണ്ടാക്കുക, പീഡനം നടത്തുക, ഇതൊക്കെയാണ്. 11 വയസ്സുള്ള കുഞ്ഞുമായിട്ട് അമ്മ, ഈ കുട്ടി 11 വയസ്സല്ലേ ഉള്ളൂ, 11 വയസ്സുള്ള കുട്ടിക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നതിന് ഇത് SSLCക്കൊന്നും അല്ലല്ലോ, +2-നല്ലല്ലോ, നീറ്റ് എഴുതാൻ പോവല്ലോ. ഈ വീട്ടുകാരിങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എങ്ങനെ ശരിയാകുന്നത്? അപ്പോൾ അതിന് പഠന വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതിന് കൗൺസിലിംഗ് ഉണ്ട്, ക്ലിനിക്കുകളുണ്ട്. അതവർ പരിഹരിക്കും. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാണ്. അതിന് പകരം ഏതെങ്കിലും മന്ത്രവാദ വേഷം കെട്ടിയ ഒരാളുടെ അടുത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുക, അത് ആരൊക്കെയോ പറഞ്ഞു കേട്ടാണ്. ഷിനുസ്വാമി ഭയങ്കര എന്തും സാധിച്ചു തരുന്ന ആളാണ്, അദ്ദേഹം പറഞ്ഞാൽ അച്ചിട്ടാണെന്നൊക്കെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പറയും. അങ്ങനെയാണ് ഈ അമ്മ, ഇയാൾ കൊല്ലം മുണ്ടയ്ക്കലുകാരനാണ്, കൊല്ലം മന്ത്രവാദി ഷിനുസ്വാമി. അങ്ങനെ ഷിനുസ്വാമിയുടെ അടുത്തേക്ക് കുട്ടി പഠിക്കുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നു. നന്നായി പഠിച്ചാൽ മാർക്ക് കിട്ടും, പരീക്ഷ ജയിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും IQ ലെവൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ പഠന വൈകല്യമുള്ള കുട്ടികളുണ്ട്. അതെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കി ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ കണ്ട് അതിൻ്റെ പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അധ്യാപകർ അത് മനസ്സിലാക്കുന്നത് നന്ന്, അധ്യാപകർക്കും അത് മനസ്സിലാക്കും. പിന്നെ 11 വയസ്സുള്ള കുട്ടിയല്ലേ. അപ്പോൾ എന്തായാലും പരീക്ഷയിൽ ഉയർന്ന വിജയം നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ അമ്മയാണ് ആദ്യം ഈ ഷിനുസ്വാമിയെക്കുറിച്ച് അറിയുന്നത്. ആരൊക്കെയോ നാട്ടുകാർ പറഞ്ഞു ഇങ്ങനൊരു ആളുണ്ട്, ദിവ്യനാണ്. ഈ ദിവ്യൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ആഗ്രഹിക്കുന്ന എന്തും ദിവ്യൻ റെഡിയാക്കി തരും. ആഗ്രഹിക്കുന്ന എന്തും ആത്മാർത്ഥമായിട്ട് അപേക്ഷിച്ചാൽ നടത്തി തരും. ഇയാൾ 1 ലക്ഷം രൂപ വരെയൊക്കെയാണ് പ്രതിഫലം വാങ്ങിക്കുന്നത്. ചില്ലറക്കാരനല്ല, 1 ലക്ഷം രൂപയാണ്. അതാണ് അയാൾ ടൈൽസ് പണി വിട്ടിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ അമ്മ ചെല്ലുന്നു, കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ പൂജ നടത്തണം, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പൂജ നടത്തേണ്ടി വരും, കുഞ്ഞിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ 11 വയസ്സുകാരിയായിട്ട് അമ്മ ചെല്ലുന്നു. അമ്മ ചെന്നപ്പോൾ പറഞ്ഞു, അമ്മയെ പുറത്ത് നിർത്തി, ഇപ്പോൾ ഇങ്ങോട്ട് കയറണ്ട, പൂജ നടക്കണമല്ലോ. അപ്പോൾ 11 വയസ്സുള്ള പെൺകുട്ടിയായിട്ട് ഈ സ്വാമി ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് കയറി. വ്യാജസ്വാമി എന്ന് പറയാൻ പറ്റില്ല, വ്യാജസ്വാമി മുറിയിലേക്ക് കയറുകയാണ്. 3/4 മണിക്കൂറോളമാണ് അമ്മ പുറത്ത് നിന്നത്. ഇയാൾ അകത്തി കുട്ടിയായിട്ട് കയറി. കുട്ടി ഇറങ്ങി വരുമ്പോൾ തന്നെ കുട്ടിയുടെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയം ഉണ്ടായിരുന്നു. അപ്പം തന്നെ അവർക്ക് കാര്യം മനസ്സിലായി, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കുട്ടിയെ ഒരു 7 ചരടുകൾ കുട്ടിയുടെ ദേഹത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇയാൾ അകത്ത് കൊണ്ടുപോയിട്ട് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചു എന്നാണ് പരാതി. അപ്പോൾ ഈ കുട്ടി വന്ന് അമ്മയോട് ഇത് പറഞ്ഞു. അമ്മ നേരെ കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവരവിടുന്ന് ചൈൽഡ് ലൈനിൽ, പോലീസ് ചൈൽഡ് ലൈനിലേക്കും കൂടെ കൊടുത്തു. ചൈൽഡ് ലൈനിൽ കൗൺസിലിങ്ങിന് കുട്ടിയെ വിധേയമാക്കി. പോലീസ് കേസെടുത്ത് ഇപ്പോൾ ഷിനുസ്വാമിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിനുസ്വാമി ചെയ്ത പരിപാടി, പിന്നെ പോലീസ് വന്ന് അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ വീട്ടിൽ നിന്ന് പിന്നെ ചൂരൽ, ഈ പ്രേതബാധ ഒഴിപ്പിക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഇയാൾ. അടിച്ചൊഴിപ്പിക്കും. പ്രേതം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ, അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ വ്യാജന്മാർ അങ്ങനെ ഉണ്ടായിരുന്നു. ക്രൂരമായ ഈ സ്ത്രീകളെ കൊല്ലുക, അങ്ങനെ മരണപ്പെട്ടു പോയിട്ട് ഈ കൊല്ലത്ത് തന്നെ
ഒരു മൈനാഗപ്പള്ളിയിലെ തേവലക്കരയാണ് ആ ഭാഗത്ത് ഒരു യുവതി അങ്ങനെ നമ്മളീ അടുത്തിടയ്ക്കും ഏറ്റവും കൂടുതൽ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കല്യാണം കഴിച്ചിട്ട് അധികം നാളായിട്ടില്ല, അവരുടെ ദേഹത്ത് കല്യാണത്തിനോട് അടുപ്പിച്ച് മരണപ്പെട്ട 1-2 ബന്ധുക്കളുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞിട്ട് മീൻവെള്ളം തലങ്ങും ഒക്കെ അടിക്കുന്നു, മുടിയിൽ കുത്തിപ്പിടിക്കുന്നു, മറ്റേ ആണിയിൽ ചുറ്റി മുടി വലിച്ചൂരുന്നു, വിഷ്വൽസ് വന്നതാണ്. അധികം നാളായിട്ടില്ല, അപ്പോഴാണ് അടുത്ത സംഭവം. അല്ല, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതെല്ലാം അന്ധവിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ദുർമന്ത്രവാദം, ആഭിചാരക്രിയകൾ, ചരട് ജപിക്കുക, ഇതൊക്കെയുള്ള പരിപാടികളുണ്ട്. എന്തായാലും ഇയാളുടെ വീട് പരിശോധിച്ചപ്പോൾ പൂജാ സാധനങ്ങൾ, അതുപോലെ വടിവാള്, ചൂരൽ, ഇയാളെ ശംഖ് ജ്യോതിഷം എന്ന പേരിലാണ് അവിടെ ഓഫീസ് തുറന്നിരുന്നത്. ഇയാളുടെ ശംഖ് ജ്യോതിഷം എന്ന പേരിലാണ്. ഇത് കഴിഞ്ഞിട്ടാണ് പ്രേതബാധ ഒഴിപ്പിക്കൽ പരിപാടി. ചൂരൽ അതിന്റെ സ്പെഷ്യലിസ്റ്റാണ് ഈ ഷിനുസ്വാമി. വേദന കൊണ്ട് പൊളഞ്ഞ്, അതെ, വേദന കൊണ്ട് പൊളയും, ബാധയും പോവും, ബോധം. അതെ അതെ. അപ്പൊ ഈ ചുരുൾ കൊണ്ടടിച്ചാൽ വേദന ഉണ്ടായി പോകുന്ന പ്രേതമയാണ്. പ്രേതത്തിന് അത്രയേ ഉള്ളൂ വില. ഒരു ചൂരലെടുത്ത് വെച്ച് അടിച്ചാൽ വേദനിക്കുന്ന പ്രേതമാണെങ്കിൽ പിന്നെ ഈ പ്രേതം എന്തിനാണ് ഈ ശരീരത്തിൽ കൂടിയിരുന്ന് ആളുകളെ ഉപദ്രവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കിയ പ്രേതം എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയുള്ള പ്രേതം അല്ലേ? മറ്റുള്ളവരെ എന്താ പറയുന്നത്, വളരെ അമാനുഷികമെന്ന് പറയാൻ പറ്റില്ല, പ്രേതമായി മാറിയല്ലോ. വലിയ ശക്തിയിൽ തകർക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ അപ്പോഴാണ് ചൂരൽ കൊണ്ട് 2 അടി അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രേതം അവിടുന്ന് പോവുകയാണ്. ചിന്നസ്വാമിക്കൊക്കെ ചൂരൽ ധാരാളമാണ്. അപ്പം എന്തായാലും ഈ അമ്മ മകളെ കൊണ്ട് അവിടെ പോയി. അത് പിന്നീട് ഇത്തരം ഒരു കേസിലേക്ക് മാറി. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അമ്മ ഒരു കാരണവശാൽ ഈ കുട്ടിയെ ഒറ്റയ്ക്ക് ആ മുറിയിലേക്ക് വിടാൻ പാടില്ലായിരുന്നു. അവർ നിർബന്ധം പിടിച്ച് ആ കുഞ്ഞിനോടൊപ്പം പോകണം. അപ്പം സ്വാമിയോടുള്ള വിശ്വാസം കൊണ്ടാണ് അവർ പോകാതിരുന്നത്. ശരിയായിരിക്കും, കാരണം ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഈ ഇങ്ങനൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരാൾ ആ സമയത്ത് വേറെ ചിന്തയൊന്നും ഉണ്ടാകുന്നില്ല. സ്വാമിയെ വിശ്വസിച്ച്, സ്വാമി ഇതെല്ലാം മാറ്റാൻ പോവാണ്, ഇനി എൻ്റെ കുട്ടി നന്നായി പഠിക്കാൻ പോവുകയാണ്, മാർക്കിന് എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പോവുകയാണ്. സ്വാമിയുടെ ഈ ചരട് കെട്ടും മന്ത്രമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്ക് ബുദ്ധി ഉണ്ടാവും. ശരി, നമ്മുടെ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് അത് ഈ അച്ഛനും അമ്മയും ആരാണ്, അതാദ്യം മനസ്സിലാക്കണം. അതിനനുസരിച്ചല്ലേ കുട്ടിക്കും, അതിനനുസരിച്ചല്ലേ സ്വാഭാവികമായിട്ടും ജനിതകമായി കിട്ടുന്ന ഒരു ബുദ്ധി ഉണ്ടല്ലോ. പല കുട്ടികൾക്കും പല കാര്യങ്ങളോടായിരിക്കും ചിലപ്പം താല്പര്യം, സ്പോർട്സിലോ അല്ലെങ്കിൽ മറ്റു പാട്ടോ. അത് കണ്ടെത്തി ആ കഴിവിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ യേശുദാസിൻ്റെ അച്ഛൻ യേശുദാസ് നന്നായി പാടുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യേശുദാസ് എന്ന് പറയുന്ന ഒരു ഇതിഹാസ ഗായകനെ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ അച്ഛൻ, സച്ചിൻ ഭയങ്കര വികൃതിയായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ ഈ പിന്നെ ബാറ്റ്, അപ്പോൾ വികൃതിയാണെന്ന് പറഞ്ഞാലും എപ്പോഴും ഒരു ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് കയ്യിലുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് പന്തടിച്ച് അപ്പുറത്തെ വീടിൻ്റെ ജനൽ തകർക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. ഇപ്പം നല്ല വികൃതിയാണ്. പക്ഷെ അച്ഛൻ ഒരു ദിവസം പറഞ്ഞു, മോനെ നിന്നെ ഞാൻ, അന്ന് രമാകാന്ത് അച്ചരേക്കർ, അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ക്രിക്കറ്റ് പരിശീലകനാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ മകനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ മകനെ കൊണ്ടുപോകുന്നു. അദ്ദേഹം ക്രിക്കറ്റ് പ്ലെയറായി മാറുന്നപ്പോൾ ആ സച്ചിൻ്റെ അച്ഛനും മനസ്സിലാകുകയല്ലേ ഇത് ഇവന് കൊള്ളാം, ഇവന് ക്രിക്കറ്റ് കളിക്കാൻ കഴിവുണ്ട്, വികൃതിയാണെങ്കിൽ പ്രതിഭയാണ്, അതെ, എവിടെയാണെന്ന് മനസ്സിലാക്കി ആ കഴിവിനനുസരിച്ച് കുട്ടികളപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചില ആളുകൾക്ക് നന്നായി പഠിക്കുമെങ്കിലും മാത്സ് മനസ്സിലാകാത്ത കുട്ടികളുണ്ട്. അതെ അതെ, ഹിന്ദി പിടികിട്ടത്തില്ല. ബാക്കി എല്ലാ വിഷയങ്ങളിലും ഇവർ നന്നായി മാർക്ക് വാങ്ങിക്കും. ചിലർ മലയാളത്തിന് മാർക്ക് തീരെ കുറവായിരിക്കും. അങ്ങനെ ഇപ്പം മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന കുട്ടികളുടെ എണ്ണവും കുറവാണ് യഥാർത്ഥത്തിൽ. കുട്ടികളെ അങ്ങനെ അങ്ങ് പരിശീലിപ്പിക്കുന്നില്ല. പണ്ട് ഈ നമുക്ക് കോപ്പി ബുക്ക് അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടോ? കോപ്പി എഴുതുക, അങ്ങനെയൊക്കെയുള്ള പകർത്തി എഴുതുക. അപ്പം നമ്മുടെ കൈയക്ഷരം തെളിയും. അതോടൊപ്പം ആ നമുക്ക് അക്ഷരങ്ങൾ മറന്നു പോകാതെ വാക്കുകൾ ചെയ്യാൻ പറ്റും. അതെ, ഇമ്പോസിഷൻ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുസ്തകം പോലും വായിക്കേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലെ ചില മാറ്റങ്ങളുമൊക്കെ അവരെ പഠനത്തെ ബാധിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ലല്ലോ, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്കൂളിലേക്ക് പോകേണ്ട, അടിസ്ഥാനപരമായിട്ട് ആ സമയത്ത് സ്കൂളിൽ പോയി പഠിക്കേണ്ട പല കുട്ടികൾക്കും അക്ഷരം പഠിക്കാൻ പറ്റിയിട്ടില്ല. അത് അവരുടെ പഠനത്തെ ബാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും
മാതാപിതാക്കൾ ഇതുപോലെ കുഞ്ഞുങ്ങളെ നേരെ മന്ത്രവാദിയുടെ അടുത്തേക്കല്ല കൊണ്ടുപോകേണ്ടത്. അത് ഉത്തരവാദിത്തപ്പെട്ട സൈക്കോളജിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുണ്ട്, പഠന വൈകല്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ട്. അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുക. അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു കുഞ്ഞുങ്ങളും മോശക്കാരല്ല. അത് ഇന്നിപ്പം എവിടെയോ ഇപ്പം ഞാൻ വായിച്ചതുപോലെ അച്ഛനും അമ്മയും പറഞ്ഞാണ് നിനക്ക് കഴിവില്ല, നിന്നെ എന്തിനു കൊള്ളാം, ഇങ്ങനെ ചോദിച്ച് കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഈ സാധനം കയറ്റി വിടുകയാണ്. സ്വന്തമായിട്ട് തോന്നി തുടങ്ങുകയാണ്. പറയുന്നത് അച്ഛനും അമ്മയല്ലേ, നിന്നെ എന്തിനു കൊള്ളാം, നിനക്ക് യാതൊരു കഴിവുമില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് അത് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിനും തോന്നുകയാണ് എനിക്കൊരു കഴിവുമില്ല. യഥാർത്ഥത്തിൽ അവൻ്റെ കഴിവ് എന്താണെന്ന് കണ്ടെത്തുകയും അത് പരിപോഷിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലെ മന്ത്രവാദികളുടെ അടുത്തേക്ക് കൊച്ചുങ്ങളെ കൊണ്ടുപോയി അവിടെ 1/4 മണിക്കൂർ മന്ത്രവാദിയുടെ മുറിയിൽ ഒറ്റയ്ക്ക് കുഞ്ഞിനെ, പ്രത്യേകിച്ചൊരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒരു കുഞ്ഞുങ്ങളെ അങ്ങനെ അവിടെ മുതിർന്ന ആളുകൾ തന്നെ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയി ഇതുപോലെ പീഡനത്തിന് ഇരയാകുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ശാസ്ത്രീയമായ അവബോധം ഉണ്ടാകുക. ആരെങ്കിലും നാട്ടുകാരങ്ങനെയൊക്കെ പറയും അവിടെ ശിനിസ്വാമിയുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വാമിയുണ്ട് എന്നൊക്കെ പറയുക. ഉടനെ അങ്ങോട്ട് കയറി ഓടി പിന്നെ ഇതുപോലെ കേസും വഴക്കുമായി മാറാതിരിക്കുക. ശരി.